Hi dears, welcome back to our family. അപ്പം ഒരു മഴയുള്ള ഈവനിങ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. സൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ എനിക്ക് വന്നൊരു കമൻ്റ് ആയിരുന്നു. ഏതായിരുന്നു, ഞാനൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇട്ട ടൈമിൽ വന്നൊരു കമൻറ്റ്. ആ കുട്ടീനെ ആ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നതുകൊണ്ട് കിട്ടുകയാണോ, എന്നെ കളിയാക്കിയാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു സംസാരിക്കണം എന്നുള്ളൊരു വിഷയമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ കുട്ടിയുടെ കമൻറ്റ് ഞാൻ കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈഡിൽ കൊടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോഡി ഷേമിങ് ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ, അതേ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമോ ഇങ്ങനെ. അപ്പോൾ ആ കുറിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുള്ളതായിരിക്കാം എന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറുത്തിട്ടായതുകൊണ്ടിട്ട് ഇതുപോലെ ബോഡി ഷേമിങ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്നും പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തു. ഉണ്ട്, സത്യമായിട്ടും ഉള്ള കാര്യമാണ്. നമ്മൾ വെളുത്തവർക്ക് മാത്രമാണ് ലോകം എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാർ, എല്ലാവരും അല്ല, പല ആൾക്കാരും ഉള്ളൊരു സമൂഹമാണ് ഇന്നും നമ്മുടേത് എന്ന് എനിക്ക് പല പ്രാവശ്യം ഫീൽ ചെയ്തിട്ടുണ്ട്. അത് പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും കമൻറ്റ് ബോക്സിലും ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ പറ്റിയിട്ടുള്ള വീഡിയോസ് വരുന്ന കമൻറ്റ് ബോക്സിൻ്റെ അകത്തായാലും ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ വന്നിട്ട് ഈ കറുപ്പിനെ അധിക്ഷേപിച്ച് കാര്യം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു കല്യാണം വരെ, എൻ്റെ കല്യാണം വരെ അങ്ങനെ കറുപ്പാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്തുമോ, അല്ലെങ്കിൽ അവൾ കറുപ്പിട്ടല്ലേ എന്ന് ചോദിക്കുമോ എന്നൊന്നും ആരും ചെയ്തിട്ടില്ല. ഞാൻ കറുത്തിട്ടല്ല, ഞാൻ ഇരുനിറമാണ്. അത് കുറച്ചും കൂടെ ഫെയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സ്കിൻ ടോൺ, ഞാൻ എപ്പോഴും നമ്മുടെ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറയാറുണ്ട്, എൻ്റെ സ്കിൻ ടോൺ എന്താണോ അതിൻ്റെ ആ ഒരു സ്കിൻ ടോൺ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നൊക്കെ ചെയ്ത് നമ്മുടെ സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും. അപ്പോൾ അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഫേസിൽ ചെയ്യുന്നത്. ഞാനിനി ആ വീഡിയോ ഇതുപോലെ ഫേസ് പാക്കുകളൊക്കെ ട്രൈ ചെയ്യുന്നത് വെളുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിച്ചിട്ടാണോ ആ കമൻറ്റ് ഇട്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരുപാട് പേരുണ്ടാവും, ബോഡി ഷേമിങ് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും എനിക്കറിയാം. ഈ കറക്റ്റ് അല്ലെങ്കിൽ വെച്ചിട്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഈ ഇടയ്ക്കും ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ ശേഷം ആത്മഹത്യ ചെയ്തത് സൗന്ദര്യം കുറവാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. നമുക്ക് നമ്മുടെ കളറിൽ, നമ്മളുടെ ആ ഒരു സ്കിൻ ടോണിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മുഖത്തിൻ്റെ ആ ഒരു ഐശ്വര്യത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരെന്ത് പറഞ്ഞാലും വാല്യൂ കൊടുക്കേണ്ടതില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2018 ആ ഒരു ടൈമിലാണ് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി ഫസ്റ്റ് ടൈം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് എൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഗ്രൗണ്ട് സ്റ്റാഫായിരുന്നു. നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യമാണ്, ഒരു ഏവിയേഷൻ ഫീൽഡ് അല്ലെങ്കിൽ ഒരു എയർപോർട്ട് ഫീൽഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അവിടെ ഈ കളറിൻ്റെ കാര്യത്തിലൊക്കെ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും എടുക്കുന്നത്. അങ്ങനെയൊന്നുമല്ല കേട്ടോ, അവിടെ കളറൊന്നും നോക്കില്ല, നമ്മുടെ കോൺഫിഡൻസ് കണ്ണിൽ നോക്കി നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടോ എന്നാണ്, നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതൊക്കെയാണ് നോക്കുന്നത്. ബ്യൂട്ടി വേണം, ഒരു നിറമല്ലാതെ ഒരു ബ്യൂട്ടി വേണം. അത് പേഴ്സണാലിറ്റി എന്ന് പറയും, അതിൻ്റെ അകത്താണ് നമ്മുടെ ബ്യൂട്ടി ഇരിക്കുന്നത്. സോ ഈ കളറ് എന്ന് പറയുന്ന സാധനം ഞാൻ വർക്ക് ചെയ്തിട്ട് പോലും എനിക്ക് അങ്ങനൊരു വേർതിരിവ് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏവിയേഷൻ പഠിച്ചു കഴിഞ്ഞത് എനിക്ക് ഓക്കെ ആണ്, എൻ്റെ ബോഡി എനിക്ക് ഓക്കെ ആണ് എന്നുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഏവിയേഷൻ എന്നൊരു ഫീൽഡ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഫസ്റ്റ് നമുക്ക് മോക്ക് ഇൻ്റർവ്യൂസ് തരും. അതായത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് കൊല്ലത്തിൽ കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ സർട്ടിഫിക്കറ്റ് വാല്യൂഡ് അല്ല. പിന്നെ ഞാൻ ട്രിവാൻഡ്രം പോയിട്ട് വേറെ കോഴ്സ് ചെയ്തു, ഏവിയേഷൻ തന്നെ വേറെ കോഴ്സുകൾ ചെയ്തിട്ടാണ് കേട്ടോ എയർപോർട്ടിൽ കയറിയിട്ടുണ്ടായത്. ഞാൻ ഇപ്പോൾ കോളേജിന് ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു.
ഇൻ്റർവ്യൂ തന്ന ടൈമിൽ ഫസ്റ്റ് എനിക്ക് കിട്ടുന്നത് ഡിഫ ഡ്രഗ് ലബോറട്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. എയർപോർട്ടിൽ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ എയർപോർട്ടിലൊക്കെ ഈ ചെറിയ സ്റ്റോളുകളല്ല, ഡിഫൈൻ്റെ തന്നെ ഒരു നമ്മുടെ കോസ്മെറ്റിക്സിൻ്റെ തന്നെ ഒരു ഷോപ്പാണ്. അതായത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ളൊരു ഷോപ്പായിരുന്നു. അതിൻ്റെ അകത്താണ് എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടുന്നത്. ബോംബെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ, ബോംബെയിലായിരുന്നു. ബോംബെയിലായതുകൊണ്ടിട്ട് ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ ടൈമിൽ എനിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവില്ല. 18 വയസ്സ് പൂർത്തിയാകുമ്പോഴത്തേക്കും എനിക്ക് ജോയിൻ ചെയ്താൽ മതി. പക്ഷേ ബോംബെ എന്ന് പറഞ്ഞൊരു സ്ഥലം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊല്ലത്ത് പഠിച്ച് വളർന്ന ഒരാളാണ്. ഞാൻ വീട്ടിൽ നിന്ന് ആകെ പോയിട്ടുള്ളത് കോളേജിലേക്ക് +2 കഴിഞ്ഞ് ഡയറക്റ്റാണ് ഏവിയേഷൻ കയറിയത്. ഡിപ്ലോമയായിരുന്നു, ഡിഗ്രി അല്ലായിരുന്നു. സോ +2 കഴിഞ്ഞ് 1 ഇയറേ ആയിട്ടുള്ളൂ. അതുകൊണ്ടിട്ട് തന്നെ കയറുമ്പോൾ എനിക്കൊരു ടോപ്പിക്ക് വിട്ടുപോകണമല്ല കേട്ടോ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. ഫസ്റ്റ് ഇത് കണക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുള്ളത് ഇതുപോലെ പുറത്തേക്ക് പോയിട്ടുള്ളത് കൊല്ലത്തേക്ക് മാത്രമാണ്. പിന്നെ ഇൻ്റർവ്യൂവിൽ ഇതുപോലെ പോകുമ്പം വീട്ടിൽ നിന്ന് ആൾ വരുമ്പോൾ വീട്ടുകാരുടെ കൂടെ തന്നെയാണ് പോയിട്ടുള്ളത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ബോംബെ എന്ന് പറയുമ്പോൾ പേടിയാണ്. സോ ഞാനത് വേണ്ട എന്ന് വെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലൊരു ഡിസിഷൻ ആയിരുന്നു എന്ന് തോന്നി. നമുക്ക് ഇത് കണക്ക് ചെറിയ സ്റ്റോളിലൊക്കെ കയറിയിട്ട് നമുക്ക് എയർപോർട്ടിൽ വേറെ എയർലൈൻസിലൊക്കെ കയറി പോകാൻ കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഞാൻ വേണ്ട എന്ന് വെച്ചാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ പറഞ്ഞ ബോംബെയോ ബാംഗ്ലൂരോ ഇവിടെ എവിടെയോ ആയിരുന്നു, എനിക്ക് കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ബോംബെ അല്ലെങ്കിൽ ബാംഗ്ലൂർ, എന്തായാലും 2 സ്ഥലത്തേക്കും എനിക്ക് പോകാനായിട്ട് എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ടിട്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. അതിനുശേഷം ഞാൻ വേറെ പല ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്ത ടൈമിൽ ഈ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഇല്ലയെന്ന് പറഞ്ഞത് ട്രിവാൻഡ്രത്ത് നമ്മുടെ എൻ്റെ സാറ്റ്സിൻ്റെ അക്കാഡമി ഉണ്ടായിരുന്നു. അവിടെ ഈ കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. നമുക്ക് കോളേജിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളറോ കാര്യങ്ങളൊന്നും നോക്കില്ല. എന്നാലും ഞാൻ ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്, ഒരു കോളേജിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തൊരു കോളേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പൂട്ടിപ്പോയി കേട്ടോ. അവരുടെ ഇൻ്റർവ്യൂ ആയിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നേരം ക്യാബിൻ ക്രൂവിന് വേണ്ടിയിട്ട് നോക്കുന്നവർക്ക് അവർ സ്കിന്നൊക്കെ നോക്കിയതിന് ശേഷം ചൂസ് ചെയ്യാൻ പറ്റില്ല, ഹൈറ്റ് നോക്കിയതിന് ചൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവരങ്ങനെ ഗ്രൗണ്ട് സ്റ്റാഫ് ഇട്ട് നമ്മുടെ ഹോസ്പിറ്റാലിറ്റിയിലേക്കായിരുന്നു എന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ അല്ല പഠിക്കാൻ പോയത്, വേറെ കോളേജിലാണ് കേട്ടോ. അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാത്തതുകൊണ്ടിട്ട് വേറെ കോഴ്സ് ചെയ്തതിന് ശേഷം ഞാൻ ഡയറക്റ്റ് എൻ്റെ സാറ്റ്സിൻ്റെ അക്കാഡമി ചെയ്യും. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെ എനിക്ക് ജോബ് കിട്ടുന്നതാണ്. നമ്മളൊക്കെ അല്ല, നമ്മുടെ നിറമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. സോ അവിടെ ഈ നിറത്തിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടൊരു ഭേദഗതി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഓഫ്കോഴ്സ് ജോലി കിട്ടില്ല. സോ അതിൻ്റെ അകത്തല്ല, നിറം എന്ന് പറയുന്നതിൻ്റെ അകത്തല്ല ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ സൗന്ദര്യം ഉള്ളത്. അതാദ്യം ചിന്തിക്കുക. അത് ചിന്തിക്കാത്ത കുറേ ആൾക്കാരുണ്ട്, എനിക്കറിയാം. എൻ്റെ കമൻറ്റ് ബോക്സ് കാണുന്നവർക്കറിയാം. ചില വീഡിയോസിനകത്തൊക്കെ നോർമൽ വീഡിയോസാണ് ഞാൻ കൂടുതലും നമ്മുടെ യൂട്യൂബിൻ്റെ അകത്തായാലും ഇപ്പോൾ റീൽസിൻ്റെ അകത്തായാലും പോസ്റ്റ് ചെയ്യാറുള്ളത്. അന്ന് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഒറിജിനൽ കളർ കണ്ടത്, ആ കണ്ടിൽ കറുത്തിട്ട് ആ കറമ്പി കക്കറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെയാണ് കേട്ടോ ബോഡി ഷേപ്പിംഗ് വരുന്നത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എനിക്ക് കല്യാണം വരെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. കല്യാണത്തിൻ്റെ ടൈമിലായാലും എന്താ ഒരു ബോഡി ഷേമിങ് എന്ന രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ആകെ ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ചെറുതിലെ, ഇപ്പം അല്ല, വലുതായതിനു ശേഷം ഞാൻ ഈ പറഞ്ഞത് ഞാൻ എൻ്റെ 17 വയസ്സ് തൊട്ടിട്ട് ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളാണ്. 18ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറിയാണ്. എൻ്റെ മാരേജ് വരെ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. മാരേജിന് ശേഷമാണ് ജോലി ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വരുമാനം ഉണ്ട്. പിന്നെ ഗോകുലിന് എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ജോലി ചെയ്യരുത് എന്നൊന്നും ആവശ്യം പറഞ്ഞിട്ടില്ല, നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പം നോക്കുന്നില്ല. കുഞ്ഞുങ്ങൾ കുറച്ചും കൂടെ ഒന്ന് സെറ്റായതിന് ശേഷം എനിക്ക് പുറത്ത് തന്നെ എയർപോർട്ടിൽ ട്രൈ ചെയ്യണം എന്നുണ്ട്. ദൈവം സഹായിച്ച് എന്താകും എങ്ങനെ ആവുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. നല്ല രീതിയിൽ പോവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മളെന്താ പറഞ്ഞുകൊണ്ടെന്ന്
ഇതുപോലെ നിറത്തിൻ്റെ കാര്യത്തിലുള്ള വേർതിരിവ് ആകെ ഒരു പ്രശ്നം, ആകെ ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ചെറുതിലെ ഡ്രസ്സ് എടുക്കാനായിട്ടൊക്കെ പോകുമായിരുന്നു. വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എൻ്റെ അനിയത്തി നല്ല ഫെയർ, നല്ല വെളുത്തിട്ടാണ്. അപ്പം ഞാൻ കുറച്ച് ഇരുണ്ടിട്ടാണല്ലോ. സോ ഡ്രസ്സ് എടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പോയി ഡ്രസ്സ് എടുക്കും. ഡ്രസ്സ് എടുക്കുമ്പോൾ അമ്മ ഏതെങ്കിലും എടുത്ത് മാറ്റി വെക്കും. എനിക്ക് ചേരില്ലാത്തതുകൊണ്ടായിരിക്കും എടുത്ത് മാറ്റി വെക്കുന്നത്. ഞാൻ അത് വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അമ്മ പറയും വേണ്ട, നീ കറുത്തിട്ടല്ലേ, കറുത്തവർക്ക് ചേരുന്ന കളർ നോക്കി എടുക്കുക എന്ന് പറയും. എനിക്ക് ആകെ ഒരു വേർതിരിവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു അമ്മ വേർതിരിവ് എന്ന രീതിയിലല്ല അമ്മ അത് പറയുന്നത്. എനിക്ക് ചേരാത്ത കളർ ആയതുകൊണ്ടിട്ട് അമ്മ അത് മാറ്റി വെക്കും. പക്ഷേ ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഞാനീ പറയുന്നത് ഏതാണ്ട് 7, 8 ആ ഒരു വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ഒരു 10 വയസ്സൊക്കെ ഉള്ള ടൈമിലാണ് അമ്മ അങ്ങ് പോണത്. പിന്നെ ഡ്രസ്സ് എടുക്കാനൊന്നും അമ്മ വന്നിട്ടില്ല. നാട്ടിൽ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പുറത്ത് പോകുക, അന്നേരം നമ്മുടെ ഇഷ്ടത്തിനാണ്. അപ്പത്തിന് വളർന്നു. പിന്നെ ഒരു 12 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ. പിന്നെ അമ്മയുടെ ഇതൊന്നും നോക്കൂലല്ലോ. സോ അന്നേരം ആ ചെറുതിലെ ഇത് കണക്ക് കറുത്തവർക്കുള്ള അല്ലെ കറുത്ത നിറമുള്ളവർക്ക് ചേരുന്ന ഡ്രസ്സ് എടുക്കുക, കറുത്തവർക്ക് ഇണങ്ങുന്ന ഡ്രസ്സ് എടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേനും ഫീൽ ചെയ്യുമായിരുന്നു. ഇപ്പോഴും ആ ഒരു പറഞ്ഞ വേർഡൊക്കെ മൈൻഡിൽ നിൽക്കുന്നതുകൊണ്ടിട്ടാണ് ഇപ്പോഴും ഞാനത് അന്നത് ഫീൽ ചെയ്തുകൊണ്ടിട്ടാണ് ഇപ്പോഴും ഞാൻ ആ ഒരു വേർഡ് പറയുന്നത്. അമ്മ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചിട്ട് പറയുന്നതല്ല കേട്ടോ, വേർതിരിവ് എന്ന രീതിയിലല്ല. അമ്മയോട് ദേവി പണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ചോദിക്കുമല്ലോ, അമ്മ എന്നെ കാണാനാണോ ദേവിനെ അന്ന് എനിക്ക് കുറച്ച് ഇരുനിറമാണെങ്കിലും ഞാൻ എന്നെ പുള്ളിക്ക് പറഞ്ഞല്ലോ കേട്ടോ, കുറച്ച് ഐശ്വര്യമൊക്കെ ഉള്ള മുഖം. ഇപ്പോഴാണ് മൊത്തത്തിൽ പോയത്. അന്നൊക്കെ കുറച്ച് ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ എല്ലാവരും പറയാം കറുത്തിട്ടാണെങ്കിൽ ഐശ്വര്യം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കറുത്തിട്ടാണെങ്കിൽ ഐശ്വര്യം. ഇപ്പോൾ കുറേ ഡയലോഗുകളുണ്ടല്ലോ, അതെന്ത് ഐശ്വര്യമാണ് എന്ന് എനിക്ക് മനസ്സിലാവാറില്ല. അപ്പം ദേവി എന്നിട്ട് ചോദിക്കാം, അമ്മ ചെറുതിലെ എന്നെ കാണാനാണോ ദേവിനെ കാണാനാണോ നല്ലതെന്ന് ചോദിക്കാം. അപ്പോൾ അമ്മ പറയും എനിക്ക് 2 കണ്ണ് കണക്കാണ് എൻ്റെ മക്കൾ, നിങ്ങൾ രണ്ടുപേരും എനിക്കൊരുപോലെയാണെന്ന് പറയുമായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിലുള്ള ആ ഒരു ഇത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ പിന്നെ എനിക്കൊരു ഇതായിട്ട് തോന്നിയത് അങ്ങനെ പിന്നെ എനിക്ക് നിറത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ആരും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. അതിനുശേഷമാണ് ഈ കല്യാണം, ഞങ്ങളുടെ പ്രപ്പോസൽ കാര്യങ്ങളൊക്കെ വരുന്നത്. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ പ്രപ്പോസൽ വന്ന ടൈമിൽ തന്നെ ഏകദേശം അക്കൗണ്ടൊക്കെ റീച്ചായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യം ഗോഗു അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിരുന്നു, ടിക്ടോക്കൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ. അതുകൊണ്ടിട്ട് ഒരുവിധം എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വണ്ണം വെച്ചു. ഫസ്റ്റ് അബോർഷന് ശേഷം ഞാൻ കുറച്ച് വണ്ണം വെച്ചു. പിന്നെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയ ടൈമിലായാലും അവൾ കറുത്തിട്ടാ എന്തൊരു അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് സംസാരിച്ചിട്ടില്ല, എന്നോട് പരിചയപ്പെട്ടുള്ളവർക്കറിയാം ഞാൻ അങ്ങനെ അഹങ്കാരമൊന്നും ഞാൻ എന്നോട് ആരും സംസാരിക്കില്ല, ഭയങ്കര അഹങ്കാരമാണ് ജാടയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരും സംസാരിക്കാനൊന്നും വരില്ലായിരുന്നു കേട്ടോ. പിന്നെ സംസാരിക്കാൻ വരുന്നവർ പറയാം ചേച്ചി ഇത്ര പാവമായിരുന്നു എന്ന്. ഞാൻ കറണ്ട് പോയി ഇപ്പം വരാം. കറണ്ട് പോയി. അപ്പം ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നൊരു സാധനം ഞാൻ അറിയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതിനു ശേഷമാണ്. ഞങ്ങളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ച് ഏകദേശം ഗോഗു ഇത്തിരി ആക്റ്റീവ് ആയിരുന്നത് കൊണ്ടിട്ട് നമ്മുടെ അക്കൗണ്ടും കുറച്ച് റീച്ചൊക്കെ ആയി. അന്നേരം ഒന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് പ്രഗ്നൻ്റ് അബോർഷൻ ആയതിനു ശേഷം ഞാൻ നല്ല വണ്ണം വെച്ചപ്പോഴത്തേന് കറുപ്പ് എന്ന രീതിയിലല്ല, നമ്മുടെ തടിച്ചിയാണ് എന്നും പറഞ്ഞുകൊണ്ടിട്ടാണ് കൊടുക്കുക. ചെറുക്കനെ കാണാനായിട്ട് ചെറുക്കൻ്റെ അമ്മയുടെ കണക്കുണ്ട്, ചെറുക്കൻ്റെ ചേച്ചിയുടെ കണക്കുണ്ട്, ചേച്ചി അനിയത്തിയാണ്, ചേച്ചി മോനുമാണോ അമ്മയും മോനുമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അവർക്കറിയാം ഹസ്ബൻഡ് വൈഫ് ആണ് എന്നറിയാം. എന്നാൽ പോലും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമൻറ്റ്സ്. അയ്യോ, ഇപ്പം വരാറുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ വരാറൊന്നുമില്ല. തോന്നുന്നവർക്ക് തോന്നിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി മൂവ് ഓൺ ആവുക. അതിന് ചില കമൻസ് ഒക്കെ കാണുമ്പോഴത്തേന് വിഷമമൊക്കെ വരുമായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി കാണുന്നവരെയൊക്കെ പിടിച്ച് ബ്ലോക്ക് ആക്കുമായിരുന്നു. ആദ്യമൊന്നും ഇല്ലാത്ത ബോഡി ഷേമിങ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതിനു ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാനൊരു കേട്ടനും കൈയും കണക്കും ഇല്ലായിരുന്നു. അതേ കണക്ക് ഞാൻ സിന്ദൂരം ഇടുന്നതിന് ആദ്യത്തെ പുതുമയാണ്, ജാടയാണ്, മറ്റയാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞു ഇഷ്ടം പോലെ കേൾക്കുമായിരുന്നു. ഞാൻ ആദ്യമേ
താലിയിട്ട് കഴിഞ്ഞ് ഗോകു എന്നോട് ചോദിക്കുന്നത് യൂസ് സിന്ദൂരം ചെറുതായിട്ട് ഒട്ടാതെ അതോ വലുതായിട്ട് ഇടണോ ചോദിച്ചാൽ വലുതായിട്ട് ഇടണോ. അപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ പഴയ ഫോട്ടോസൊക്കെ കാണുമ്പോൾ അറിയാം ഇവിടെ നിന്ന് നെറ്റി നിറയെ സിന്ദൂരമായിരുന്നു. സ്റ്റോറി എടുത്തങ്ങ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടിട്ട് ഞാൻ ഏകദേശം നല്ല രീതിക്ക് തന്നെ സിന്ദൂരം ഇടുന്ന ഒരാളാണ്. ആദ്യമൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ സിന്ദൂരമായിരുന്നു. പിന്നെയാണ് മുടി കൊഴിയുന്നത് കണ്ടിട്ട് ഗോകുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തിരുച്ചിയിലുള്ള ഒരു ഹരിച്ചേട്ടനാണ് ഇത് കണക്ക് എനിക്ക് ഹോം മെയ്ഡ് സിന്ദൂരം കൊണ്ടുതരുന്നത്. പിന്നെ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഹോം മെയ്ഡ് സിന്ദൂരം തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. എല്ലാ രീതിയിലും നമ്മൾ പോസിറ്റീവ് പറയുന്നതിനേക്കാളും കൂടുതൽ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഉണ്ടാവും കേട്ടോ. അതൊന്നും മൈൻഡ് ചെയ്യരുത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമുക്ക് എനിക്ക് നമ്മൾ പോയി നമ്മുടെ ഫേസ് കണ്ണാടിയിൽ നോക്കുന്ന ടൈമിൽ ഞാൻ ഓക്കെ ആണ്, എനിക്ക് പെർഫെക്റ്റ് ആണ്, എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഞാൻ ഓക്കെ ആണ്. അതിൻ്റെ അപ്പുറം നിന്നൊരാൾ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോക്കോട്ടെ എന്ന് ചിന്തിക്കുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇപ്പം ചിന്തിക്കുക. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞാണെങ്കിൽ എനിക്ക് നല്ല വിഷമമൊക്കെ തോന്നുമായിരുന്നു. ഇപ്പം എനിക്ക് എന്തൊക്കെയോ ഉണ്ട്, അത് കാണുന്നവർക്ക് ഇഷ്ടമാവാത്തോണ്ടിട്ട് അവരെന്നെ പറയുന്നതാണ് എന്ന് ഞാൻ എൻ്റെ മൈൻഡിനോട് തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എനിക്ക് ഓക്കെ ആവും. അതുകൊണ്ടിട്ടാണ് എന്ന് അങ്ങനെ ചിന്തിച്ചാൽ മതി. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മൈൻഡിൽ നിന്ന് പൊക്കോളും. ഇത് പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഈ ഉത്സവം പോണത്. അമ്പലത്തിൽ ഉത്സവമാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടെയാണ് പോകണമെന്ന് അറിഞ്ഞില്ല. എല്ലാ കൊല്ലവും ഇതുവഴിയല്ല പോകാറുള്ളത്, അതുകൊണ്ട് അറിയത്തില്ലായിരുന്നു. വേലിക്കാട്ട് കളരിയിലെ ഉത്സവമായിരുന്നു. അപ്പം ഞാൻ കാശി ബേബീനെയൊക്കെ പറക്കിയെടുത്തുകൊണ്ട് ഞങ്ങൾ ഉത്സവം കാണാനായിട്ട് പോയി നിന്ന് കുറേ രസമുണ്ടായിരുന്നു. ഒരു 3-4-5 ഫ്ലോട്ടും ഒരു ആനയുമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഞാൻ അധികം വീഡിയോ ഒന്നും ഉത്സവത്തിൻ്റെ കവർ ചെയ്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതല്ലല്ലോ നമ്മുടെ ടോപ്പിക്ക്. നമ്മൾ വേറെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ. ഉത്സവം വരുന്ന കണ്ടുകൊണ്ടിട്ട് ഇറങ്ങി ഓടിപ്പോയതാണ് കേട്ടോ. എന്തായാലും ഇക്കൊല്ലത്തെ നമ്മുടെ നാട്ടിലുള്ള ഉത്സവത്തിൻ്റെ കാര്യത്തിലെല്ലാം തീരുമാനമായി. ഇനി അടുത്തെങ്ങും ഉത്സവം ഇല്ല. ഇവിടുത്തെ അമ്പലങ്ങളിലെല്ലാം ഒരുവിധം ഉത്സവമൊക്കെ കഴിഞ്ഞു. നിങ്ങളുടെ നാട്ടിലെങ്ങനെയാണ് അമ്പലത്തിൽ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലേ? ഒരുവിധം എല്ലായിടവും കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. സാധാരണ ഈ വഴി വരുന്നതല്ല. ഇപ്രാവശ്യം ഇതിലേ വന്ന് കാശിക്കൊരു ബലൂൺ മേടിച്ച് ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം മേടിച്ച് അലിഞ്ഞു പോയിരുന്നു. നല്ല തണുപ്പ്, മഴയത്ത് ഐസ്ക്രീം, നല്ല കോമ്പിനേഷൻ അല്ലേ. നമ്മൾ പറഞ്ഞോണ്ടെന്ന് എന്ത് പറഞ്ഞു. അപ്പോൾ ബോഡി ഷേമിങ്ങിൻ്റെ കാര്യം, നമ്മുടെ കോൺഫിഡൻസ് അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നിറത്തിൻ്റെ കാര്യത്തിലുള്ള വേർതിരിവ് എന്തായാലും ഉണ്ടാവും. അത് ഈ സമൂഹം ഉള്ള കാലത്തോളം ഉണ്ടാവും. നമ്മൾ ഈ കൊറിയയിലൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ ഇന്ത്യൻസിന് പുച്ഛമാണ്, അറിയോ? നിറത്തിൻ്റെ കാര്യത്തിലാണ്. അതുപോലെ പല കൺട്രീസിലും അങ്ങനെ ഉണ്ട്. സോ നമ്മുടെ കാര്യത്തിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായി നമ്മൾ മുമ്പോട്ട് പോവാം. വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു വീഡിയോ. ഞാൻ ഐസ്ക്രീം കഴിക്കട്ടെ, അലിഞ്ഞു പോകില്ലെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഫിഡൻസ് അതാണെല്ലാം. നിറത്തിനകത്തൊന്നും ഒരു കാര്യമില്ല.